നമുക്ക് അനുകൂലമാണെന്ന് വളരെ അനുകൂലമാണ് നമുക്ക്. കാരണം നമ്മളെ നിലപാടുകളാണ് ശരിയെന്ന് അവർക്കറിയാം. നേരത്തെ ഞാൻ കേട്ടു, എൻ്റെ സുഹൃത്ത് ശശി തരൂർ 15 വർഷമായി ഇവിടെ MP ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഒരു ബുക്കുണ്ടെന്ന് കാണിച്ച് ആ ബുക്കിൻ്റെ അകത്തുള്ളതെല്ലാം ഒന്നും സ്ഥായിയായ കാര്യങ്ങളല്ല, പലതിൻ്റെയും ഉടമസ്ഥാവകാശം അദ്ദേഹം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് വലിയ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം, പുസ്തകവും ഇവിടെ ലഭിച്ചിരിക്കുന്ന പദ്ധതികളും തമ്മിൽ ഒരു ബന്ധവുമില്ലാന്ന് അറിയാം. കാരണം കാരോട് റോഡിൻ്റെ എല്ലാം ഉടമസ്ഥാവകാശം ഏറ്റെടുത്താൽ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി നേരത്തെ സംസാരിക്കുമ്പോൾ. അങ്ങനെ വിഷമിച്ചുകൊണ്ട് കാര്യമില്ല. 15 വർഷം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ മറുപടി കൊടുക്കും. അതുകൊണ്ട് വിഷമിച്ചിട്ടെന്താ കാര്യം? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കുന്നു. ജനങ്ങൾ ആ വോട്ടാണ് വാങ്ങുന്നത്. ആ വോട്ട് വാങ്ങിയ ജനങ്ങളോട് നീതി കാട്ടണം. നീതി കാണിക്കാതെ ഇപ്പോൾ ഒരുപാട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു കാര്യം. ഇപ്പോൾ രണ്ടുപേരും ഒരേ തരത്തിലാണ് വിമർശനം ഉന്നയിക്കുന്നത്. രണ്ടുപേരും ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? രണ്ടുപേരും പറഞ്ഞ ക്രോസ് വോട്ടിങ്ങാണ്. അതിൻ്റെ അർത്ഥം എന്താ? രണ്ടുപേർക്കും കാര്യം ബോധ്യമാണ്. അവർ രണ്ടുപേരും തുല്യ ദുഃഖിതരായി നിൽക്കുകയാണ്. ക്രോസ് വോട്ടിങ് പറഞ്ഞ് രക്ഷപ്പെടണം, ജയിക്കും എന്ന് അവർക്ക് രണ്ടുപേർക്ക് ഒരു വിദൂര സ്വപ്നം പോലും ഉണ്ടാകാൻ ചാൻസില്ല. ഇനി അവർക്ക് ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം. ആ മത്സരം നടക്കട്ടെ.